നിങ്ങൾ എല്ലാവരെ പോലെ ഞാനും ഫിഫ വേൾഡ് കപ്പ് 2026 ഈ ഒരു ഗെയിം കണ്ട് എക്സൈറ്റഡ് ആണ്. ഏത് ഗെയിമാണെന്നായിരിക്കും നിങ്ങൾ കാണുന്നത് അല്ലെ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ മെസ്സിയുടെ ഹാട്രിക് ഗോൾ. ആക്ച്വലി ഇതുപോലത്തെ ഒരു ഗെയിമാണ് ഞാൻ വേറെ ഒന്നും ഈ ഇടയ്ക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ മെസ്സിനെ കണ്ട് നമ്മുടെ ഈ ഹാട്രിക് ഗോളൊക്കെ കണ്ട് വളരെയധികം മോട്ടിവേറ്റഡ് ആയിരുന്നപ്പോഴാണ് എനിക്കൊരു PC ബിൽഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു PC ബിൽഡ് നമ്മൾ ചെയ്യുന്നത് for all the Argentina fans out there. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ മെസ്സി തീം ചെയ്തിട്ടുള്ള ഈ ഒരു PC ബിൽഡ് ചെയ്യാൻ പോകുന്നത്. So without wasting much time, this is Prashant Davi and you're watching Ecos TV. ഗൈസ്, ആദ്യം തന്നെ പറയാം, ഈ ഒരു PC എന്ന് പറയുന്നത് നമ്മൾ തമിഴ്നാടിലോട്ടാണ്, ചെന്നൈ സിറ്റിയിലോട്ടാണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നത്. ഈ ഒരു PCയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇതൊരു ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേഷൻ രണ്ട് രീതിയിലും യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു PC ബിൽഡാണ്. അപ്പോൾ ഈ ഒരു PC ബിൽഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ ഈസ് AMDയുടെ Ryzen 7 9800X 3D ആണ്. 3D ചിപ്സെറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം ഗെയിമിംഗ് ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഗെയിമിംഗ് ആയിക്കോട്ടെ, കോണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, ഏത് സ്ട്രീമിംഗ് ആയിക്കോട്ടെ, 9800X 3D is one of the top most powerful processor right now in 2026. Guys, motherboard choice ആയിട്ട് MSIയുടെ Mag X870 Tomahawk Wi-Fi ആണ്. Wi-Fi Bluetooth ഉണ്ട്. Moreover, in future if we want to upgrade, നമുക്ക് DDR5ഉം Zen 5 ആർക്കിടെക്ചറും ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് വരുന്ന ഒരു ജനറേഷൻ നമുക്ക് ഈസിലി ഇതിൽ കേപ്പബിൾ ആണ്. മോറോവർ ഇന്റൽ പോലെ എന്തായാലും AMDക്കാര് പുതിയ ചിപ്സെറ്റ് എന്നും പറഞ്ഞിട്ട് വന്നിട്ട് ബോർഡും സോക്കറ്റും ഒന്നും മാറ്റാൻ ചില പറഞ്ഞു തരില്ല. എന്തായാലും DDR5 ഈസ് ഗോയിങ് ടു സ്റ്റേ. ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഒക്കെ കടന്നു കഴിഞ്ഞാൽ DDR5 ആയിരിക്കും അടുത്ത ജനറേഷൻ. അതുകൊണ്ട് തന്നെ DDR5 ഈസ് ഗോയിങ് ടു ലാസ്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 1-2 years, maybe 3-4 years. എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണല്ലോ. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തന്നെ വേറൊരു കാര്യം കൂടെ പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് ഐബോളിന്റെ ബ്രാൻഡിൽ നിന്ന് എനിക്കൊരു കീബോർഡും മൗസും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ലൈനപ്പിലുള്ള പ്രോഡക്ട്സ് അവർ റിവ്യൂവിന് വേണ്ടി അയച്ചു തന്നിരുന്നു. അപ്പോൾ 2 ആഴ്ച ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. വേറെ നല്ല ഒരു റിട്രോ കൈൻഡ്, നിങ്ങൾ പഴയൊരു എന്താ പറയുക നൊസ്റ്റാൾജിക് കൈൻഡ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കീബോർഡ് മൗസും നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മോഡലിന്റെ പേര് എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് വയർലെസ് കീബോർഡ് ഫാക്ടറിൽ വരുന്ന ഒരു മോഡലാണ്. മിന്റ് കോർട്ടി S500 എന്നാണ് ഈ ഒരു മോഡലിന്റെ എക്സാക്ട് നെയിം. ഈ ഒരു മോഡലിൽ നമുക്ക് 2.4 GHz ലിങ്കിൽ നിങ്ങൾക്ക് വൈഫൈ വെച്ച് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്തിന്റെ 2 ഡിവൈസ് അറ്റ് എ ടൈം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡോങ്കിൾ വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയർഡായിട്ട് യൂസ് ചെയ്യാം. വയർലെസ് ആണ്, ഇത് വയർലെസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 2 ആഴ്ചയായിട്ട് ഇപ്പോൾ ഞാൻ ഇതുവരെ ചാർജ് ചെയ്തില്ല. കറക്റ്റ്ലി പറയുകയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്. 70% ബാറ്ററി ബാക്കപ്പ് സ്റ്റിൽ റിമൈനിങ് ആണ്. ഒരു ഹൈബ്രിഡ് മെക്കാനിക്കൽ കീബോർഡാണ്. മെക്കാനിക്കലിന്റെ എക്സാക്ട് ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല ഇതിൽ. പക്ഷേ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു മെക്കാനിക്കൽ കീബോർഡിന്റെ തന്നെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. വയർലെസ് ആണ്. ലൈറ്റും IRGB കൺട്രോൾ ചെയ്യാനും ഒക്കെ സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മെസ്സി തീമിൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു നിങ്ങൾക്ക് ലൈറ്റ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അത് ബ്രൈറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഈ ഒരു എന്താ പറയുക കളർ തീം ചെയ്തിരിക്കുന്നത് സിയാനൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ അർജന്റീനയുടെ തീമിലാണ് ഈ ഒരു കളർ തീം ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബിൽഡ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കീബോർഡ് മൗസും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐബോൾ ഗോട്ട് യു. അതേപോലെ തന്നെ എനിക്ക് ഐബോളിൽ നിന്നൊരു മൗസും കൂടെ അവർ അയച്ചു തന്നിട്ടുണ്ട്. ഗ്ലൈഡർ AI1 എന്നാണ്. AI റിലേറ്റഡ് ആയിട്ട് എന്താ പറയുക എയുടെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു മൗസിന്റെ ഒരു പ്രത്യേകതയാണ്. ബേസിക്കലി നമ്മൾ മൗസ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ എയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല എന്നുണ്ടാവും. പക്ഷേ വയർലെസ് മൗസിൽ കിട്ടാവുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടിനും ഈ കീബോർഡ് മൗസും എല്ലാം കൂടി ഒരു 5000 റേഞ്ചിനകത്താണ് എൻ്റെ ഒരു ബഡ്ജറ്റ് അവരുടെ ഐബോളിന്റെ വെബ്സൈറ്റിലൂടെ കാണാൻ പറ്റിയത്. നിങ്ങൾക്ക് ഇവരുടെ തന്നെ സോഫ്റ്റ്വെയർ ഡ്രൈവേഴ്സും വേണമെന്നുണ്ടെങ്കിൽ ഐബോളിന്റെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം നിങ്ങൾക്ക് 4 ഡിവൈസോളം കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു മൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കോമ്പാക്ട് ആണ്. ഒരു പാം ഗ്രിപ്പ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസബിൾ ആയിരിക്കും. എനിക്ക് അത്യാവശ്യം വലിയ എന്താ പറയുക എൻ്റെ പാം സൈസ് വലുതാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഇറ്റ്സ് കംഫർട്ടബിൾ. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഗെയിമിങ്ങിന് പറ്റുന്ന 2 പ്രോഡക്ട്സ് അല്ല ഇത്. നിങ്ങൾ മൾട്ടിമീഡിയ, ഓഫീസ് വർക്ക്, അതുപോലെ തന്നെ അങ്ങനെ മൾട്ടി ടാസ്കിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം തീം ബേസ് ഒക്കെ ആണെങ്കിൽ. അല്ലാതെ ഗെയിമിങ്ങിന് ഞാൻ ഈ 2 പ്രോഡക്റ്റും റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് റെട്രോ തീമൊക്കെ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. അവർക്ക് പറ്റിയ മോഡൽസ് ആണ് ആയിക്കോട്ടെ. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതേപോലെ തന്നെ മെമ്മറി ചോയ്സ് ആയിട്ട് നമ്മൾ 64 GB G-Skill Trident Neo RGB ആണ് എടുത്തിരിക്കുന്നത്. 6000 MHz at clock latency CL30. അപ്പോൾ 32 GB ഡുവൽ സ്റ്റേറ്റ്
മെസ്സിക്ക് വേണ്ടി ഒരു ബിൽഡൊക്കെ തീം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 64 GB ആയിരുന്നു ക്ലയന്റിന്റെ റിക്വയർമെന്റ്. അപ്പോൾ അതിലൊരു 6 GB വേരിയന്റ് വേണം, പിന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ G-Skiന്റെ ട്രാൻഡൻസി 6 GB തന്നെ നമ്മൾ ചൂസ് ചെയ്തത്. ഒബ്വിയസ്ലി ക്ലോക്ക് ലാറ്റൻസി ഈസ് വാട്ട് മാറ്റേഴ്സ് ഇൻ ചൂസിങ് എ റാം. അപ്പോൾ ക്ലോക്ക് ലാറ്റൻസി ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ CL46 എടുത്ത് വെച്ചിട്ട് റേറ്റ് കുറയും അല്ലെങ്കിൽ കുറഞ്ഞ മോഡൽസ് കിട്ടുമല്ലോ എന്ന് പറയേണ്ട. CL38 വൺ ഓഫ് ദ ബെസ്റ്റ് പവർഫുൾ റാം റൈറ്റ് നൗ. പിന്നെ ഈ പ്രൈസ് വാറും പ്രൈസ് സിറ്റുവേഷൻസും ഈ ക്രൈസിസ് സിറ്റുവേഷൻസിലും റാം 64 GB വേണോ 32 GB വേണോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഒരു PC-യിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം എന്നിരുന്നാലും ഈ ക്രൈസിസ് സിറ്റുവേഷനിലേക്ക് സ്റ്റോറേജ് പ്രൈസസ് ആർ ഓൾസോ ഹൈ. നമ്മൾ എടുത്തിരിക്കുന്നത് XPGയുടെ S70 Blade 1TB SSD ആണ്. Gen 4 M.2 NVMe SSD ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒബ്വിയസ്ലി Gen 5 നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അറൌണ്ട് ഒരു 14,000 MB/s സ്പീഡ് നിങ്ങൾക്ക് റീഡ് റൈറ്റിലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ വേരിയന്റ് വേണമെങ്കിൽ എടുക്കാം, ബട്ട് പ്രൈസ്ഡ് ബിറ്റ് ഹയർ ഒബ്വിയസ്ലി. അപ്പോൾ Gen 4ഉം Gen 5ഉം തമ്മിൽ വേരിയേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ Gen 5 സപ്പോർട്ട് ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഈസ് ദ ലിക്വിഡ് കൂളർ. ഈ ഒരു ലിക്വിഡ് കൂളർ ആണ് ഈ ഒരു PC-നെ വളരെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് എനിക്ക് എന്താ പറയുക, ഈ PC-നെ തന്നെ ഓൾ ടുഗദർ തീം ചെയ്തപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് Deepcool LT360 വിഷൻ എന്ന് പറയുന്ന ഒരു കിഡിലൻ ലിക്വിഡ് കൂളർ ആണ് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ, അതും വെർട്ടിക്കലി നമുക്ക് വെക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേ ആണ്, പക്ഷേ ഫുള്ളി അഡ്ജസ്റ്റബിൾ. നമുക്ക് ചെറിയ രീതിയിലുള്ള ടിൽറ്റിങ് ആംഗ്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ. ആൻഡ് ദ പ്രൈസ്, ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇറ്റ്സ് അണ്ടർ 15,000 rupees. 13,000 ആ റേഞ്ച് ഒക്കെയാണ് അതിന്റെ 13-14 റേഞ്ചിനകത്താണ് ഈ ഒരു ലിക്വിഡ് കൂളറിന്റെ റേറ്റ് വരുന്നത്. ഈ പ്രൈസിന് ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ലിക്വിഡ് കൂളർ വേറെ ഒരിടത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. വേറെ ഒരു ബ്രാൻഡിനും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഐ ബെറ്റ്. പിന്നെ ഒരുപക്ഷെ നിങ്ങൾ ഇനി ഇപ്പൊ മോഡലൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ വീഡിയോ ഒക്കെ 2 വർഷം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സമയത്തൊക്കെ മോഡൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഒബ്വിയസ്ലി ഡീപ്കൂൾ തന്നെ ചിലപ്പോൾ ഇതിനെ എന്താ പറയുക ഓവർത്രോ ചെയ്യാൻ പറ്റുന്ന വേറെ മോഡൽസ് കൊണ്ടുവരുമായിരിക്കും. പക്ഷെ സ്റ്റിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ 2026 റൈറ്റ് നൗ. ഗൈസ്, ഈ ഒരു PC-യിൽ ഏറ്റവും പവർഫുൾ ഒരു പ്രൊസസർ 9800X 3D എടുത്തു. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ദ ഗ്രാഫിക്സ് കാർഡ് ചോയ്സ്. വി വെന്റ് വിത്ത് MSI RTX 5070 Ti 16 GB വേരിയന്റ് ഗെയിമിംഗ് X Trio 3X OC എഡിഷൻ. ഈ ഒരു പ്രൈസ് വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നേരത്തേക്ക് ഒരു 1 lakhന് താഴെ ആ ഒരു 1 lakh റേഞ്ചിലൊക്കെ നമുക്ക് 5070 Ti കിട്ടുമായിരുന്നു. ഇപ്പോൾ 1,30,000 40,000 ഒക്കെ റേറ്റ് വരുന്നുണ്ട് 5070 Ti ട്രിപ്പിൾ ഫാനിന്. ഇനി വേരിയൻസ് നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തീം ബേസ് നമ്മൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മോഡൽ തന്നെ നമ്മൾ എടുത്തത്. നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറയ്ക്കണമെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ വിത്ത് Zotac or Inno3D. ഒരല്പം റേറ്റ് ഒക്കെ വേരിയേഷൻസ് വരുമായിരിക്കും, കുറയുമായിരിക്കും. മോസ്റ്റ്ലി ഒരു 5,000 to 10,000 അകത്ത് നിങ്ങൾക്ക് റേറ്റ് കുറയും. പക്ഷെ അത് കണക്കാക്കിയുള്ള പെർഫോമൻസ് ഡ്രോപ്പ് ഒബ്വിയസ്ലി വരും. MSI എന്ന് പറയുന്നത് ഒബ്വിയസ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് ഓഫ് ദ ലൈൻ കാർഡുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാർഡുകളുടെ പെർഫോമൻസ്, തെർമൽ എഫിഷ്യൻസി ആൻഡ് പ്രിറ്റി ഗുഡ് വാറണ്ടി കണ്ടീഷൻസ് കേട്ടോ. കിഡിലൻ കണ്ടീഷൻ വാറണ്ടിയാണ്. പിന്നെ മോർ ഓവർ എസ്തെറ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ MSI ഈസ് ദ ടോപ്പ്. ഈ ഒരു PC ഫുള്ളി പവർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് MSIയുടെ തന്നെ A850GL PSU ആണ്. ഒരു ഗോൾഡ് സർട്ടിഫൈഡ് ഉള്ള 850 watts ഫുള്ളി മോഡുലാർ ആയിട്ടുള്ള ഒരു PSU ആണ്. നത്തിങ് ഫ്ലാൻഷി അബൌട്ട് ഇറ്റ്. പക്ഷേ ഒരു PSU ചോയ്സ് എന്ന് പറയുന്നത് ഒരു PC-യുടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടേക്ക് ഇറ്റ്. ഈ ഒരു PC ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത് ഈ ഒരു PC-യുടെ ക്യാബിനറ്റ് ആണ്. ക്യാബിനറ്റ് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്താ പറയുക, തീമും ചെയ്യണം, അതേപോലെ തന്നെ ഒരു തീം മോർ ഓവർ ഒരു ബ്രാൻഡ് അലൈൻമെന്റ് ഒക്കെ വരണമായിരുന്നു. അതുകൊണ്ട് വി വെന്റ് വിത്ത് ലിയാൻ ലീയുടെ O11 വിഷൻ കോമ്പാക്ട്. I meant correctly, right? അതെ, വിഷൻ കോമ്പാക്ട് എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു PC ക്യാബിനറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു PC ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ എന്താ പറയുക പ്രിസൈസ് ആയിട്ട് ഈ ഒരു ബിൽഡ് ഇപ്പൊ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബിൽഡ് വളരെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ക്യാബിനറ്റിന്റെ വാല്യൂ കൂടെയാണ് കേട്ടോ. ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ബിൽഡിന്റെ ഒരു ചെറിയൊരു സ്നീപ്പിക് ഒക്കെ കൊടുത്തിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ലിയാൻ ലീയുടെ ഈ ഒരു 8.8 ഇഞ്ചിന്റെ
ഡിസ്പ്ലേ യൂണിവേഴ്സൽ സപ്പോർട്ട് പല ക്യാബിനറ്റ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. പക്ഷെ ലിയാൻലി ബിൽഡ് ചെയ്തിരിക്കുന്നത് ലിയാൻലിക്ക് വെക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു കിഡിലൻ ഡിസ്പ്ലേ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ബഡ്ജറ്റ് റേഞ്ച് ആണ്. ഒരു 10,000 അകത്ത് ഈ ഒരു ഡിസ്പ്ലേയുടെ കോസ്റ്റ് വരുന്നുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു മെസ്സി തീം, നമ്മൾ അർജന്റീന ഫ്ലാഗ് ഒക്കെ നമ്മളിവിടെ ഡിസൈൻ ചെയ്തത് അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെ നിങ്ങളൊരു ബിൽഡൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, നമ്മളിപ്പോൾ കാറ് മോഡിഫിക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെ എൻതൂസിയാസ്റ്റ് ആർ ദെയർ. എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് PC ബിൽഡൊക്കെ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാം എന്നുള്ളതും നമ്മുടേതായ പേഴ്സണലൈസേഷൻ, കസ്റ്റമൈസേഷൻ എന്നൊക്കെ പറയുന്ന വലിയൊരു കീ ഫാക്ടർ തന്നെയാണ്. ഒരു ബിൽഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ പോലെ തന്നെ നമ്മൾ ഓരോന്നും നമുക്ക് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പീക്ക് സാധനങ്ങളിൽ ഒന്നാണ് ഇപ്പം കാണിച്ച ലിയാൻലിയുടെ ഈ ഒരു ഡിസ്പ്ലേ. നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു ക്യാബിനറ്റ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റ് ഓവർ പ്രൈസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഇതുപോലത്തെ ഡിസ്പ്ലേ ഒക്കെ വെച്ച് ഇതിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. പിന്നെ ഇതൊരു ഡുവൽ ചേംബർ ക്യാബിനറ്റ് ആണ്. പിന്നെ ഈ ഒരു ക്യാബിനറ്റിന് ഒരു പ്രത്യേക സവിശേഷതയും കൂടെ ഉണ്ട്. വേറെ ഒന്നുമല്ല, ടോപ്പ് പാനലിൽ നമുക്ക് ഗ്ലാസും വെക്കാം, അതേപോലെ തന്നെ മെഷും വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ഗ്ലാസ് ആണ്, ടെമ്പേർഡ് ഗ്ലാസ് ആണ് പാനലായിട്ട് വെച്ചിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്ലോ പ്രാധാന്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിലുള്ള പാനൽ ഈ ഒരു ക്യാബിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു ബൈ ഇറ്റ്, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്വാപ്പ് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. അത് വെരി ഈസിയാണ്. സ്ക്രൂ ഡ്രൈവർ പോലും വേണ്ട ആ ഒരു കാര്യം ചെയ്യാൻ. സോ ഫാർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് ബ്രില്യൻലി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കേസ് ഫാൻ ആണ് നമ്മൾ ഈ ഒരു ബിൽഡിന് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഫ്രം ലിയാൻലി, ഇറ്റ്സ് ഫ്രം തേർമൽടെക്. തേർമൽടെക്കിന്റെ ഈ ഒരു മോഡല് സ്വാഫാൻ എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര്. സ്വാഫാൻ 120EX ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ARGB സിങ്ക് ഒക്കെ ഉള്ള ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാബിനറ്റിന്റെ സെന്റർ കോർ ഏരിയ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ലീഫിൽ വരുന്ന കളേഴ്സ് കസ്റ്റമൈസ് ചെയ്യാം, എല്ലാം പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഫാന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റും കുറയ്ക്കാം, ക്വാളിറ്റി സ്റ്റിൽ ഇറ്റ്സ് പാർ ടു ലിയാൻലി കേട്ടോ. അതിനൊക്കെ മേ ബി ലിയാൻലിയുടെ ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്ന ഒരു ഫാനാണ്. മോർ ഓവർ ഇറ്റ് ഈസ് പ്യൂർലി കസ്റ്റമൈസബിൾ. തെർമൽടെക് എന്ന് പറയുന്നത് ഒരു വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവരുടെ കുറേ മോഡൽസ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫാൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ദ മോഡൽ നെയിം ഈസ് SWAFAN 120 ഇൻഫിനിറ്റി കേട്ടോ. ഈ ഒരു ക്യാബിനറ്റിൽ നമ്മൾ 8 ഫാൻസ് ആണ് വെക്കാൻ പറ്റിയത്. നമുക്ക് 9 ഫാൻസ് ആണ് മൊത്തത്തിൽ വരുന്നതെങ്കിലും 8 ഫാൻസ് നമുക്ക് ഇതിൽ പ്ലഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. പക്ഷേ ഇറ്റ് വെന്റ് വെൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ടോപ്പ് സൈഡിൽ ഗ്ലാസ് ആണ്. അപ്പൊ നമ്മൾ സൈഡ് റേഡിയേറ്റേഴ്സിൽ മൗണ്ട് ചെയ്യാനുള്ള 3 നമ്മുടെ ഫാൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ബോട്ടം മൗണ്ട് ചെയ്യാൻ 3 ഫാൻസ്, പിന്നെ ബാക്കിൽ എക്സോസ് ഭാഗത്ത് നമ്മൾ 2 ഫാൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, ലിയാൻലിയുടെ ഈ ഒരു PC ഒക്കെ തീം ചെയ്ത് നമ്മൾ ഇത്രയും സെറ്റപ്പ് ആക്കുമ്പോൾ 2 എലമെന്റ്സും കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ ലിയാൻലിയുടെ സ്ട്രിമ്മർ കേബിൾസ് ആണ് 24 പിൻ ആൻഡ് നമ്മൾ 16+2 അല്ല 16+2 അല്ല 16:12 വയർലെസ് കേബിൾസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രിമ്മറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മോഡൽസ് ഇറക്കുന്നത് ലിയാൻലി ആണ്. ദ വേൾഡ്സ് ബെസ്റ്റ് സ്ട്രിമ്മർ കേബിൾസ് ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലിയാൻലി ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷെ കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഒരു 5000 രൂപ 6000 രൂപ റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ PCയിൽ നിങ്ങൾക്ക് വെക്കാവുന്ന പരമാവധിയുള്ള എസ്തെറ്റിക് എലമെന്റ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ലിയാൻലിയുടെ ഡിസ്പ്ലേ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നമ്മുടെ ഈ ഒരു സ്ട്രിമ്മർ കേബിൾ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ചോയ്സ് ഓഫ് ലിക്വിഡ് കൂളർ വിത്ത് ഡിസ്പ്ലേ. അപ്പോൾ ഈ 3 കാര്യം നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു എലമെന്റും പ്ലസ് പെർഫോമൻസും എസ്തെറ്റിക്സും പ്രാധാന്യം വരുന്ന കേസ് ഫാൻസും കൂടെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതിലെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് എന്താ പറയുക ബീസ് ലൈക്ക് ഒരു PC ഒക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ഇനി ഇതിപ്പോ മെസ്സി തീമാണ്. അപ്പൊ നിങ്ങൾ ആരും വറി ചെയ്യണ്ട. റൊണാൾഡോയ്ക്കുള്ളതും ബ്രസീലിനുള്ളതും നമ്മൾ ഗീക്ക് ബോസിൽ ഓഫീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണ്ടേ? അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നേരെ ഗീക്ക് ബോസിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഈ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് PC ബിൽഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ദ ബെൽ ബട്ടൺ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ നിൽക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാനൽ കുറച്ച് ഗ്യാപ്പ് എടുത്തിരുന്നു PC ബിൽഡിന്റെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. വേറൊന്നും കൊണ്ടല്ല, പല കാര്യങ്ങളുടെയും ഒരു എന്താ പറയുക നമ്മൾ പുതിയ കുറേ അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് മോസ്റ്റ്ലി ഇൻസ്റ്റാഗ്രാം ഫോക്കസ്ഡ് ആയിരുന്നു. പക്ഷേ യൂട്യൂബിൽ ഒരു ബിൽഡൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് PCയുടെ എസ്തെറ്റിക്സും ഇതെല്ലാം പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്.
ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദ PC ബിൽഡ്. ആൻഡ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും റീൽസും ഒക്കെ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ മെസ്സി ബിൽഡും റൊണാൾഡോ ബിൽഡും അതേപോലെ തന്നെ നെയ്മർ ബിൽഡും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബിൽഡുകളെ പറ്റി കൂടുതൽ അറിയാനും ഈ ബിൽഡുകൾ നിങ്ങൾക്ക് ചെയ്യാനും വേണ്ടി ഗീക്ക് ബോസ് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു മെസ്സി തീം ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഐ എം ഹാപ്പി ഗൈസ്. എല്ലാവരും നന്നായിരിക്കുക. അതേപോലെ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്കുള്ള ഫീഡ്ബാക്സ് എല്ലാം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ നേരെ ഗീക്ക് ബോസ് ട്രിവാൻഡ്രത്തോട്ട് പോവാം.